ഒരു കാലത്ത് ഉയരമുള്ള മരങ്ങൾ നിറഞ്ഞ ഒരു പച്ച വനത്തിൽ ചിർപ്പി എന്ന ഒരു ചെറിയ പക്ഷി താമസിച്ചിരുന്നു. ചിർപ്പി ചെറുതായിരുന്നു, മൃദുവായ നീല തൂവലുകളും തിളക്കമുള്ള കൗതുകകരമായ കണ്ണുകളുമുള്ളവളായിരുന്നു. പറക്കാനും കളിക്കാനും അവൾക്കിഷ്ടമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മറ്റെല്ലാ പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി ചിർപ്പിക്ക് പാടാൻ അറിയില്ലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ കാട് സംഗീതത്താൽ പ്രതിധ്വനിച്ചു. രാപ്പാടികൾ മധുരമായ ഈണങ്ങൾ പാടി, തത്തകൾ സന്തോഷത്തോടെ വിസിലടിച്ചു, കുയിലുകൾ സന്തോഷത്തോടെ കൂ കൂ എന്ന് വിളിച്ചു. പക്ഷേ ചിർപ്പി ലജ്ജയും സങ്കടവും തോന്നി നിശബ്ദയായി. ഒരു ദിവസം ചിർപ്പി അമ്മയോട് ചോദിച്ചു, മറ്റുള്ളവയെപ്പോലെ എനിക്കൊരു പാട്ട് ഇല്ലാത്തത് എന്തുകൊണ്ട്? അവളുടെ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ പക്ഷികൾക്കും ഉള്ളിൽ ഒരു പ്രത്യേക പാട്ടുണ്ട്. നീ നിന്റേത് കണ്ടെത്തണം. ചിർപ്പി തന്റെ പാട്ട് കണ്ടെത്താൻ ഒരു സാഹസിക യാത്ര നടത്താൻ തീരുമാനിച്ചു. അവൾ നദീതീരത്തേക്ക് പറന്നുയർന്ന് വെള്ളത്തിന്റെ സ്പ്ലാഷും മിന്നലും ശ്രദ്ധിച്ചു. നദിയെപ്പോലെ പാടാൻ അവൾ ശ്രമിച്ചു, സ്വിഷ് സ്വിഷ്. പക്ഷേ അത് ശരിയായി കേട്ടില്ല. അടുത്തതായി കാറ്റ് സൗമ്യമായി ശബ്ദിക്കുന്ന പുൽമേട്ടിലേക്ക് അവൾ പറന്നു. അവൾ കാറ്റിനെപ്പോലെ പാടാൻ ശ്രമിച്ചു, ഹൂ ഹൂ. പക്ഷേ അത് അവളുടെ പാട്ടുമായിരുന്നില്ല. ക്ഷീണം തോന്നിയ ചിർപ്പി ഒരു ശാഖയിൽ ഇരുന്നു കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് സമീപത്ത് കളിക്കുന്ന ചില കുട്ടികളുടെ ചിരി അവൾ കേട്ടത്. അവരുടെ ചിരി അവളുടെ ഹൃദയത്തെ ഊഷ്മളവും സന്തോഷകരവുമാക്കി. ചിർപ്പി അവളുടെ കൊക്ക് തുറന്നു. പെട്ടെന്ന് മൃദുവായ മധുരമുള്ള ഒരു ഗാനം പുറത്തുവന്നു. അത് അവളുടെ സ്വന്തം രാഗമായിരുന്നു, പ്രകാശം, സന്തോഷം. സന്തോഷം നിറഞ്ഞത്. മറ്റെല്ലാ പക്ഷികളും കേൾക്കാൻ നിന്നു. ചിർപ്പി, നിങ്ങളുടെ ഗാനം മനോഹരമാണ്. തത്ത പറഞ്ഞു. അതെ, ഇത് കാട്ടിലെ ഏറ്റവും മധുരമുള്ളതാണ്. കുരുവി ചിലച്ചു. അന്നുമുതൽ ചിർപ്പി എല്ലാ ദിവസവും രാവിലെ പാടി. അവളുടെ ഗാനം നദിയോ കാറ്റോ പോലെയല്ല, അത് അവളുടേതാണ്. ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പകർത്തേണ്ടതില്ലെന്ന് അവൾ മനസ്സിലാക്കി. നിങ്ങളുടെ യഥാർത്ഥ സമ്മാനം ഇതിനകം നിങ്ങളുടെ ഉള്ളിലാണ്.